കുട്ടികളുടെ ഹൃദയം കൊണ്ട് സംഭാഷണം നടത്തുന്നയാൾ, സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലും യുവാക്കൾക്കിടയിലും പ്രിയങ്കരനായ പ്രഭാഷകൻ, ലഹരിക്കടിമകളായ കുറേ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച മനുഷ്യസ്നേഹി, മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അയാളെ നേരിൽ കാണാനും വാക്കുകൾ കേൾക്കാനും പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അയാളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ കീഴ്മേൽ മറിയുകയാണ്. ഒരു തലമുറയ്ക്ക് വഴികാട്ടിയായ ഫിലിപ്പ് മമ്പാട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. മാനസിക വൈകല്യമുള്ള 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ഫിലിപ്പിനെ മലപ്പുറം നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വയസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേവായൂർ പോലീസ് കൈമാറിയ പരാതിയിലാണ് നിലമ്പൂർ പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടർ നടപടികളുണ്ടായത്. നിലമ്പൂരിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് കുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് കേസിൽ നിയമ നടപടികൾ ആരംഭിച്ചത്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് പ്രതിയെ നിലമ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിംഗിനായി ഫിലിപ്പ് മമ്പാടിനെ ആശ്രയിച്ചിരുന്നു. ഇടക്കാലത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി പെൺകുട്ടി ഫിലിപ്പിന്റെ സംരക്ഷണയിലാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിയാതെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. രക്ഷിതാക്കളുടെ അറിവില്ലാതെ അതിജീവിതയെ കൊണ്ടുപോയി. പീഡനം, പോക്സോ വകുപ്പുകൾ എന്നിവ ഉൾപ്പെടെ ചുമത്തിയാണ് FIR. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാട് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരിക്കെ ഫിലിപ്പ് മമ്പാട് സ്വയം വിരമിക്കുകയായിരുന്നു. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.